ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. നാരായണീയ മധുരം എന്ന അക്ഷരപൂജ, ഈ ഈശ്വര സപര്യ ഇന്ന് 94-ാമത്തെ ദിവസം. നാരായണീയം 9-ാമത്തെ ദശകത്തിൽ 6-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലാം, പതിവ് പോലെ അതിൻ്റെ അർത്ഥം, തുടർന്ന് വീണ്ടും ശ്ലോകം, ശ്രീഹരിയ പാരായണം. കിരീടമകുടോല്ലസൽ കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസൽ കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. കിരീടമകുടോല്ലസൽ കടകഹാരകേയൂരയുഗ്മണിസ്ഫുരിതമേഖലം സുപരിവീതപീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസൽ കൗസ്തുഭം കമലജന്മനേ ദർശിതം അയി തദ്വപു ഭാവയേ. പട്ടേരിപ്പാട് പറയുന്നു,
100 ദിവ്യ സംവത്സരങ്ങൾ ഭഗവാനെ ഭജിച്ച ബ്രഹ്മാവിന് അനന്തനാകുന്ന മെത്തയിൽ മിന്നിത്തിളങ്ങുന്ന ആനന്ദമൂർത്തിയെ അകക്കണ്ണുകൊണ്ട് കാണാറായി എന്ന് പറഞ്ഞാണ് നമ്മൾ ഇന്നലെ നിർത്തിയത്. ആ ഭഗവാന്റെ വേഷഭൂഷാദികൾ എങ്ങനെയാണെന്നാണ് പിന്നീട് പറയുന്നത്. കിരീട മകുടോല്ലസൽ കടകഹാര കെയ്യൂരയുക്ക്. കിരീടവും മകുടവും ശിരോലങ്കാരങ്ങളാണ് രണ്ടും. അപ്പം ചില സമയത്ത് കിരീടം ധരിക്കും, ചില സമയത്ത് മകുടം ധരിക്കും. കിരീടം കുറച്ചുകൂടി വലുതാണ്. അപ്പം കിരീടവും മകുടവും അണിഞ്ഞ് തിളങ്ങുന്ന കടകഹാര കെയ്യൂരയുക്ക്. വളകൾ, മുത്തുമാലകൾ, തോൾവളകൾ. കടകം വള, ഹാരം മുത്തുമാല, കേയൂരം തോൾവള, ഇതൊക്കെ ധരിച്ചിട്ടുണ്ട്. മണിസ്ഫുരിത മേഖലം, രത്നങ്ങൾ കൊണ്ട്, മണി എന്ന് പറഞ്ഞ രത്നാണ്, അതുകൊണ്ട് സ്ഫുരിതമായിരിക്കുന്ന മേഖല എന്ന് വെച്ചാൽ അരഞ്ഞാണ്. ആ അരഞ്ഞാണും ഭഗവാൻ ധരിച്ചിട്ടുണ്ട്. പിന്നെയോ സുപരിവീത പീതാംബരം, പീതാംബരം മഞ്ഞപ്പട്ട്. ആ മഞ്ഞപ്പട്ടാട അത് വളരെ ഭംഗിയായി സുപരിവീത, നല്ല ഭംഗിയായി അണിഞ്ഞ് നല്ല മോട്ടിയിൽ ചാർത്തിയിരിക്കുന്നു പീതാംബരപ്പട്ട്. കളായ കുസുമപ്രഭം. കളായ കുസുമം എന്ന് പറഞ്ഞാൽ കായാമ്പൂവിൻ്റെ ആ കായാമ്പൂവാണ്, കായാവിൻ്റെ പൂക്കൾ, ഇതാണ് കായാമ്പൂ എന്ന് പറയുക അല്ലേ. കായാമ്പൂവിൻ്റെ പ്രഭ, ആ കാന്തിയാണ് ഭഗവാന് എന്നാണ്. പിന്നെയോ ഗളതലോല്ലസൽ കൗസ്തുഭം. കണ്ഠപ്രദേശത്ത് കൗസ്തുഭരത്നം, ആ പത്മരാഗ രത്നം, പത്മരാഗ കല്ല് ഭഗവാൻ കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മിന്നിത്തിളങ്ങുന്നുണ്ട്. ഗളതലോല്ലസൽ കൗസ്തുഭം, കൗസ്തുഭരത്നം മിന്നിത്തിളങ്ങുന്നു. കമലജന്മനെ ദർശിതം അയി. ആ കമലജന്മാവിന്, സാക്ഷാൽ ബ്രഹ്മാവിന്, ആ നാൻമുഖന് കാണിച്ചു കൊടുത്ത തവ, അവിടുത്തെ തദ്വപു, അവിടുത്തെ ആ തിരുവുടലിനെ ഞാനിതാ ഭാവയെ ധ്യാനിച്ചുകൊള്ളുന്നു എന്ന് പറയാണ് പട്ടേരിപ്പാട്. ഒരിക്കൽ കൂടി ആ ശ്ലോകം, അതിനുശേഷം ശ്രീഹരിയം. കിരീടമകുടോല്ലസൽ കടകഹാരകേയൂരയും മണിസ്ഫുരിതമേഖലം സുപരിവീത പീതാംബരം കളായ കുസുമപ്രഭം ഗളതലോല്ലസൽ കൗസ്തുഭം വപുസ്തദൈ ഭാവയേ കമലജന്മനേ ദർശിതം. ശ്രീഹരിയം. നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ശ്രീവാതനാഥ. കിരീടവും മകുടവും തിളങ്ങുന്ന വളകളും മുത്തുമാല രത്നമാല അരഞ്ഞാണവും പത്മജനു ദർശനത്തെ നൽകിയോരാ തിരുവൂടൽ മഞ്ഞപ്പട്ടും കൗസ്തുഭവും ധ്യാനിക്കുന്നു ഞാൻ. നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ, കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ശ്രീവാതനാഥ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി.